ഓരോ തരം ഉൽപ്പന്നവും 6 മാസത്തിലൊരിക്കൽ ഗുണനിലവാര പരിശോധന നടത്തിയ ശേഷമേ വിൽപ്പന നടത്താവൂ എന്ന കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ മന്ത്രാലയത്തിന് കീഴിലെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശത്തിൽ വട്ടം കറങ്ങി ബേക്കറികൾ. അപ്പോൾ പപ്സ് മുതൽ ജിലേബി വരെ, കട്ട്ലേറ്റ് മുതൽ ഉണ്ണിയപ്പം വരെയും ദിവസേന നിർമ്മിച്ച് കൊണ്ടുവെക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ പരിശോധന എങ്ങനെയായിരിക്കുമെന്ന് ചോദ്യമുയരുകയാണ്. ഒപ്പം FSSAI നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണെന്ന് ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷനും പറയുന്നു. എതിർപ്പുയർത്തി സംഘടന 2006 കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ഭാഗമായ നിർദ്ദേശമാണെങ്കിലും ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് വീണ്ടും സജീവമാക്കിയത്. നിർദ്ദേശത്തിനെതിരെ രാജ്യത്തെ ബേക്കറി വ്യവസായ മേഖലയിലെ സംഘടനകൾ രംഗത്തു വന്നതിനെ തുടർന്ന് നടപടികൾ FSSAI താൽക്കാലികമായി നിർത്തിവെച്ചു. എന്നാൽ വൈകാതെ ഭാഗികമായെങ്കിലും നിർദ്ദേശം അംഗീകരിക്കേണ്ടി വരുമെന്ന ആശങ്കയുണ്ടെന്ന് ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് PM ശങ്കരൻ. ശരീരത്തിന് ഹാനികരമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അപായസാധ്യത കുറഞ്ഞവ, ഇടത്തരം അപായസാധ്യതയുള്ളവ, അപായസാധ്യത കൂടിയവ എന്നീ ഗണത്തിലാണ് 2006 ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെ വേർതിരിച്ചിട്ടുള്ളത്. ഇതിൽ അപായസാധ്യത കൂടിയ ഗണത്തിൽപ്പെട്ടവയാണ് ചെറുകടികൾ വിഭാഗം ഉൾക്കൊള്ളുന്ന തയ്യാറാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങളും ഇന്ത്യൻ മധുര പലഹാരങ്ങളും ഉൾപ്പെടുക. ഇത്തരം ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം ഉപയോഗിച്ച ചേരുവകളാവില്ല മറ്റൊരു ദിവസം ചേർക്കുക. അതായത് എണ്ണ, മാവ്, മൈദ പോലുള്ളവ മാറി ഉപയോഗിക്കാൻ സാധ്യത ഏറെയാണ്. 6 മാസത്തിലൊരിക്കൽ ഗുണനിലവാര പരിശോധന നടത്തണമെന്ന നിർദ്ദേശം പാലിച്ചാലും ഫലം ഉണ്ടാവില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ബേക്കറികളിലെ ഉൽപ്പന്നങ്ങൾ പരിശോധിക്കാൻ മതിയായ നിലവാരത്തിലുള്ള ലാബ് ആവശ്യത്തിനില്ല. നാമമാത്രമായ അംഗീകൃത ലാബുകളിൽ പരിശോധനയ്ക്കായി ബേക്കറി ഉൽപ്പന്നങ്ങൾ കുന്നുകൂടും. ഫലത്തിനായി എടുക്കുന്ന കാലയളവിൽ ആ ഉൽപ്പന്നം ബേക്കറിയിൽ വിൽക്കാനാവില്ല. 6000 രൂപയോളം ഒരു ഉൽപ്പന്നം പരിശോധിക്കാൻ ചിലവ് വരും. 100-ലേറെ ഉൽപ്പന്നങ്ങളില്ലാത്ത ബേക്കറി ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ബേക്കറിയിലെ പരിശോധനയ്ക്കുള്ള ചെലവ് ചുരുങ്ങിയത് 1 ലക്ഷമെങ്കിലും വരും. അതായത് വർഷം 2 ലക്ഷം രൂപ. ഈ ബാധ്യത ഉപഭോക്താവിലേക്കായിരിക്കും വരിക.